മലയാളികളുടെ ദേശീയോത്സവമായ ഓണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറയിൽ വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്ര ഇന്ന് നടന്നു. നാടൻ കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയിൽ അണിനിരന്നു. അത്തം നഗറിൽ സ്പീക്കർ എൻ ഷംസീർ പതാക ഉയർത്തിയതോടെ സംസ്ഥാനത്തെ ഔദ്യോഗിക ഓണാഘോഷ പരിപാടികൾക്കും തുടക്കമായി. രാവിലെ മൂടിക്കെട്ടിയ അന്തരീക്ഷം ആഘോഷങ്ങളെ ബാധിക്കുമെന്ന ആശങ്ക. എന്നാൽ ഘോഷയാത്ര ആരംഭിക്കുമ്പോൾ മഴ മാറി നിന്നു. പിന്നീട് അത്തം നഗറിൽ സ്പീക്കർ എൻ ഷംസീർ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. നമ്മുടെ സംസ്കാരം വിളിച്ചോതുന്നതാണ് ഓണം. സമഭാവനയുടെ, സ്നേഹത്തിൻ്റെ, സഹിഷ്ണുതയുടെ ആഘോഷമാണ് ഓണം. പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം ബഹുമാനിക്കാൻ, സഹിഷ്ണുതയോടെ മുന്നോട്ട് പോകാനാണ് ഓണം നമ്മളെ പഠിപ്പിക്കുന്നത്. ബാൻഡ് മേളത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും ശിങ്കാരിമേളത്തിന്റെയും അകമ്പടിയോടെ വർണ്ണാഭമായ ഘോഷയാത്ര. സാംസ്കാരിക കലാരൂപങ്ങൾ, വർണ്ണക്കുടകൾ, പുലിക്കളി, കാവടിയാട്ടം, കരകാട്ടം എന്നിവ ഘോഷയാത്രയ്ക്ക് നിറം പകർന്നു. ആയിരക്കണക്കിന് പേരാണ് തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്രയിൽ പങ്കെടുക്കാനായി എത്തിയത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അത്തച്ചമയത്തിന്റെ ഭാഗമായുള്ള ചില പരിപാടികൾ വെട്ടിക്കുറച്ചെങ്കിലും ഘോഷയാത്ര അടക്കമുള്ള ആചാരങ്ങൾക്ക് മുടക്കമില്ല. പതിറ്റാണ്ടുകളുടെ പെരുമയുള്ള അത്തച്ചമയ ഘോഷയാത്രയോടെ ഓണത്തെ വരവേൽക്കുകയാണ് മലയാളികൾ. അടുത്ത 10 നാൾ സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ദിനങ്ങൾ. തൃപ്പൂണിത്തുറയിലെ അത്തം നഗറിൽ നിന്ന് ടീം 24. ഞാനും നിതിൻ അംബുജനും കൂടെ ഒരുമിച്ചാണ് കുറേ ദൂരം നടന്നത്. മൊത്തത്തിൽ കളറായിരുന്നു അല്ലേ? മൊത്തത്തിൽ കളറായിരുന്നു. പ്രത്യേകിച്ച് മാവേലിയുടെ അടുത്ത് വന്നിട്ടേ ഹാപ്പി ഓണം മാവേലി എന്ന് പറഞ്ഞിട്ട് സെൽഫി എടുക്കുന്നതൊക്കെ കണ്ടു. അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. എന്തായാലും അത്തച്ചമയ ഘോഷയാത്ര അത് ഈ തൃപ്പൂണിത്തുറയിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല അത് ഈ പറയുന്ന പോലെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഓണാഘോഷ പരിപാടികളുടെ തുടക്കം കൂടിയാണ്. ഇത്തവണ അങ്ങനെ വലിയ രീതിയിൽ ഓണാഘോഷങ്ങളില്ലെങ്കിലും വയനാട് നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആർഭാടമായ ഓണാഘോഷങ്ങളില്ലെങ്കിലും ഓണം വന്നാൽ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഓണം നമ്മുടെ ദേശീയോത്സവമാണ്. ഓണം നമ്മുടെ എന്താണ് പറയുക, മതമൈത്രിയുടെ ഒരു പ്രതീകം കൂടിയാണല്ലോ.